ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ചാപ്റ്റർ 10 ഡെമോക്രസി ആൻഡ് റൈറ്റ്സ്. ഓക്കെ, രണ്ട് വാക്കുകളുണ്ടല്ലേ, ഡെമോക്രസി ആൻഡ് റൈറ്റ്സ്. അപ്പോൾ എന്താണ് ഡെമോക്രസി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജനാധിപത്യം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. ദെൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണ്, സോ കുട്ടികൾക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു അവകാശമുണ്ട്, ശരിയല്ലേ? അതുപോലെ ഇപ്പോൾ ഞാനൊരു സ്ത്രീയാണ്, അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. എനിക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ്. അതുപോലെ തന്നെ തുല്യമായിട്ടുള്ള വേതനം ലഭിക്കാനുള്ള, അതായത് ഈക്വൽ ആയിട്ടുള്ള വേജസ് കിട്ടാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പല അവകാശങ്ങളുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെയും ചില അവകാശങ്ങൾ, നമുക്ക് ജീവിക്കാനായിട്ട് അവകാശം വേണ്ടേ അല്ലേ? നമുക്ക് ജീവിക്കാൻ, എല്ലാവർക്കും ജീവിക്കാൻ അവകാശങ്ങളുണ്ട്, ശരിയല്ലേ? ഈ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ജീവിക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടും നമ്മളുടെ ഒപ്പീനിയൻസൊക്കെ പുറത്തേക്ക് പറയാനൊക്കെ ആയിട്ടുള്ള ഫ്രീഡം, അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ നമുക്കുണ്ട് എല്ലാവർക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നതാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്, അതായത് അവകാശങ്ങൾ എന്ന് നമുക്ക് പറയാം അല്ലേ. സോ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. അപ്പോൾ എന്താണ് ജനാധിപത്യം? ഓക്കെ, നമ്മളൊരു സർക്കാരിൻ്റെ കീഴിൽ ജീവിക്കുന്ന ആളുകളാണ് അല്ലേ. ഒരു ഗവൺമെൻറ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഗവൺമെൻറ് ഏത് രീതിയിലാണ് ഭരണങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലേ, ഏത് രീതിയിലാണ് അവരത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് ജനാധിപത്യം, ഇനി വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഭരണങ്ങളുണ്ടോ അല്ലേ ഏതെങ്കിലും രാജ്യങ്ങളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്കുള്ള പ്രധാനപ്പെട്ട അവകാശങ്ങളും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിനകത്തേക്ക് പോയാലോ? നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഡെമോക്രസി? നോക്കാം. ഡെമോക്രസി വാസ് ഡിഫൈൻഡ് ആസ് ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ അല്ലേ. അതാണ് ഡെമോക്രസിയുടെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡെമോക്രസി വാസ് ഡിഫൈൻഡ് ആസ് എന്തായിട്ടാണ്? ഗവൺമെൻറ് ഓഫ് ദി പീപ്പിൾ, ദെൻ ബൈ ദി പീപ്പിൾ ആൻഡ് ഫോർ ദി പീപ്പിൾ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അതായത് നമ്മളെ ജനങ്ങളെ ഭരിക്കുകയാണ് അല്ലേ. ഒരുപാട് ജനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരാണ് ചെയ്യുന്നത്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ചില റെപ്രസെൻറ്റേറ്റീവ്സ്, ജനപ്രതിനിധികളുണ്ടായിരിക്കും. സോ അവർ നമുക്ക് വേണ്ടി നമ്മളെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തന്നെ ഭരിക്കുന്നതാണ് ജനാധിപത്യം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു വാചകം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ്. അപ്പം അതും കടമെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാക്കുകളിലൂടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. എന്താണ് ജനാധിപത്യം എന്നുള്ളത്? അപ്പം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്, റൈറ്റ്. സോ ദാറ്റ് ഈസ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്കൊരു ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരു സർക്കാരുണ്ട് നമുക്ക്. അപ്പോൾ ഈ ഗവൺമെൻറ് എന്നുള്ളത് രണ്ട് രീതിയിലാകാം. അതായത് ജനാധിപത്യപരമായിട്ട് നമ്മളെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആകാം. ദാറ്റ് ഈസ് നോൺ ആസ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. അതായത് ജനാധിപത്യപരമായിട്ട് നമ്മളെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് ഇത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു ഫോം ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യേതര ഗവൺമെൻറ് ആണ്. അതായത് അവിടെ ജനാധിപത്യമല്ല, ഡെമോക്രസി ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ജനങ്ങളല്ല ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നത് അവിടെ വേറെ ആളുകളാണ്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മൊണാർക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഡെമോക്രസിക്കൊക്കെ മുന്നേ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതായത് ഈ രാജഭരണമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പണ്ടൊക്കെ നമുക്ക് ആദ്യമൊന്നും ഡെമോക്രാറ്റിക് ആയിരുന്നില്ല നമ്മൾ ഇന്ത്യക്കാർ അല്ലേ, പക്ഷേ പിന്നീടാണ് നമ്മളത് നേടിയെടുത്തത്. അപ്പോൾ അതിനൊക്കെ മുന്നേ എന്താണ്? രാജാക്കന്മാർ ഭരിച്ചിരുന്നു, പട്ടാളക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, സുൽത്താൻമാർ വാണിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ പല ഫോമുകളുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുന്നത് ജനാധിപത്യം അല്ല അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് എന്താണ്? നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് തമ്മിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്, ഒത്തിരി ഡിഫറൻസസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ in democratic government formed by the representatives elected by the people. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ജനങ്ങൾ തന്നെ
ഇലക്റ്റഡ് ആയിട്ടുള്ള ചില റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. എലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നൊരു വാക്കാണ് എലക്ഷൻ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് ഒരു 18 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ളൊരു അവകാശം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വോട്ടേഴ്സ് ID ഉണ്ട്, ദെൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരൊക്കെ നമ്മൾക്ക് ചേർക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള ഒരു ഫോമൊക്കെ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമ്മുടെ ഒരു പ്രദേശം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഏതെങ്കിലും ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ പ്രദേശമൊക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മൾ വോട്ടെടുപ്പിൽ നമ്മൾ പങ്കെടുക്കും. അപ്പോൾ അവിടെ പല പല സർക്കാരുകൾ, പല പല ഫോമുകളുണ്ട്. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അങ്ങനെ പല പല പാർട്ടികളുണ്ട് അല്ലേ? സോ അവർക്കൊക്കെ നമുക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ളൊരു അവകാശമുണ്ട്. നമുക്ക് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മളെ ഭരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഒപ്പീനിയനുകൾ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ എലക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ആ ഇലക്ഷനിൽ നമ്മൾ പങ്കെടുത്ത് അതിൽ നമ്മുടെ വോട്ടൊക്കെ രേഖപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ BJPക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ അവരായിരിക്കും പിന്നീട് നമ്മൾ ഭരിക്കുക. ഓക്കെ, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കാണ് കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ അവരായിരിക്കും നമ്മൾ ഭരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഇലക്ട് ചെയ്ത ചില റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, ജനപ്രതിനിധികളാണ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം അവർ വഴിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനപ്രതിനിധികളൊക്കെ ചേർന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു ഇതാണ് നമ്മളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പാണ് ഗവൺമെൻറ്. അത് ഒരാളല്ല അവിടെ ഭരിക്കുന്നത്, ഒത്തിരി ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. Right. Then, but in non-democratic form of government, what will happen? Power is passed on hereditarily or is captured. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പവർ എന്ന് പറയുന്നത് എന്താണ്? അധികാരമാണ് അല്ലേ? സോ ഇവിടെ അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളല്ല അധികാരത്തിൽ ഏറുന്നതും ഭരിക്കുന്നതും ഒന്നും. എങ്ങനെയാണ്? ഇറ്റ് ഈസ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററിലി. അതായത് പാരമ്പര്യപരമായിട്ടായിരിക്കും ഈ ഭരണമൊക്കെ നമുക്ക് കൈ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കുന്നതായിരിക്കും ഭരണം. ഇപ്പം ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു രാജവാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം രാജാക്കന്മാരാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു രാജാവുണ്ട്, ദെൻ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും പിന്നീട് ഭരണം കിട്ടുക അല്ലേ? പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, അങ്ങനെ ഭരണം പോവുക. ദാറ്റ് ഈസ് പാരമ്പര്യം അല്ലേ? നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടാണ് നമുക്ക് പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ നേടിയെടുക്കുന്ന രീതിയായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. ദെൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഈസ് എ വൈഡ്ലി ആക്സെപ്റ്റഡ് സിസ്റ്റം. ഏറ്റവും കൂടുതൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ വിച്ച് എവ്രി വൺ ഈസ് കൺസിഡേർഡ് ഈക്വൽ. എല്ലാ ആളുകളും, അതാണ് ഈ ഡെമോക്രാസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് വേറൊന്നുമല്ല, എവ്രി വൺ, അതായത് ഏതൊരു ജനമാണെങ്കിലും എവ്രി വൺ ഈസ് കൺസിഡേർഡ് ഈക്വൽ. എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു പരിഗണനയാണ് കിട്ടുന്നത്, എല്ലാവരും ഈക്വൽ ആയിട്ടാണ് ഇതിൻ്റെ അണ്ടറിൽ വരിക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മേജർ ഫീച്ചർ ഓഫ് ഡെമോക്രസി, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് നമുക്ക് പറയാം. ദെൻ ഇന്ത്യ ഹാസ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന എന്താണ്? ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. റൈറ്റ്. ദെൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതായത് ജനപ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ്സ് നടത്തുന്ന ഭരണക്രമത്തെ നമ്മൾ എന്ത് പറയുന്നു? ജനാധിപത്യ ഗവൺമെൻറ് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ദെൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണക്രമം, അതായത് നോൺ ഡെമോക്രാറ്റിക്. നോൺ ഡെമോക്രാറ്റിക്. ഓക്കെ, അപ്പം ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ ഡെമോക്രാറ്റിക് ഫോം. മറ്റേത് ഏതായിരുന്നു? ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതാണ് ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങൾ. Then some examples for the struggles for a democratic form of government. അതായത് ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ഡെമോക്രസി ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആയിരുന്നില്ല നമുക്ക്. അപ്പം ആ ഒരു ഡെമോക്രസിയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി സമരമുറകളൊക്കെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസൊക്കെ നമ്മുടെ ഇന്ത്യയിലും വേറെയുള്ള രാജ്യങ്ങളിലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില സ്ട്രഗിൾസിന് ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ട്രഗിൾസ് അല്ലെങ്കിൽ സമരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഏതാണ് സ്ട്രഗിൾ? ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം. അത് അവിടുത്തെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു. ദെൻ തേർഡ് വൺ അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിൾ അല്ലേ? അമേരിക്കയിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ദെൻ
സൗത്ത് ആഫ്രിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സൗത്ത് ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നടന്നിട്ടുള്ളൊരു യുദ്ധമുറയായിരുന്നു അല്ലേ. അപ്പം ഇതിലും ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഉണ്ട്. ഓക്കെ, ഒരു 4 സ്ട്രഗിൾസാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കൊരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്കൊരു ഡെമോക്രസിയിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഇവിടെ നടന്നിട്ടുള്ള ചില സ്ട്രഗിൾസ് അല്ലെങ്കിൽ സമരമുറകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് കാണാം, ഇറ്റ് ഈസ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുള്ള ആ ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഡെമോക്രസിയാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ അതുപോലെ ആയിരിക്കണമെന്നില്ല വേറെയുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ പല കൺട്രീസിൽ പല രീതിയിലുള്ള ഭരണമുറകളായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റാണ്, ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം കൺട്രീസിൻ്റെ ലിസ്റ്റ്, ദെൻ അവർ ഫോളോ ചെയ്യുന്ന ഫോം ഓഫ് ഗവൺമെൻറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഭൂട്ടാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂട്ടാനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അല്ലേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മൊണാർക്കി എന്ന് പറയുന്നൊരു വേർഡ് ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? മൊണാർക്കി എന്ന് പറഞ്ഞാൽ ഏകാധിപത്യ ഭരണമാണ്. ജനാധിപത്യം ഡെമോക്രസിയാണ്. മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാധിപത്യമാണ്. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു രാജാവ് നമ്മൾ വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സുൽത്താൻ അല്ലേ. അപ്പോൾ ആ രാജാവാണ് എന്ത് ചെയ്യുന്നത്? ഭരണവും കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചിലപ്പോൾ എഴുതപ്പെട്ടിട്ടുള്ളൊരു ഫോം ഓഫ് അഡ്മിനിസ്ട്രേറ്ററി ഫോം ഒന്നും ഉണ്ടാവില്ല, ഒരു ഭരണഘടന, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. എഴുതപ്പെട്ടിട്ടുള്ള ഭരണവ്യവസ്ഥകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫോം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചില ഇടങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പം ആ രാജാവാണ് എന്ത് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഭരണവ്യവസ്ഥകൾ, ആരൊക്കെയാണ് ഭരിക്കേണ്ടുന്നത്, ആരെയാണ് ഭരിക്കേണ്ടുന്നത്, ഭരണപ്രദേശങ്ങൾ എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള ലോസ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്നത്, ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും. അയാളിലാണ് എല്ലാ കാര്യങ്ങളും അധിഷ്ഠിതമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ മൊണാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഭൂട്ടാനിൽ നിന്നിരുന്നത് മൊണാർക്കിയാണോ? അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഏകാധിപത്യമാണ്. അതായത് ഒരു ഏകാധിപതിയാണ് അവിടെ ഭരിച്ചിരുന്നത്, ഒരു രാജാവായിരിക്കും അവിടെ ഭരണം നടത്തിയിരുന്നത്. പക്ഷേ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു മൊണാർക്കിയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എഴുതപ്പെട്ടിട്ടുള്ളൊരു രേഖ ഉണ്ടായിരുന്നു, ഒരു ഭരണഘടന അവിടെ ഉണ്ടായിരുന്നു. ആ ഭരണഘടനയെ ഫോളോ ചെയ്തിട്ട് ഒരാൾ ആണ് ഭരിച്ചിരുന്നത്. അതാണ് ഭൂട്ടാനിൽ നമുക്ക് കാണുന്ന ഫോം ഓഫ് ഗവൺമെൻറ്. ക്ലിയർ? ദെൻ ഇന്ത്യയിൽ നമുക്കറിയാം എന്താണ്? ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പം ഡെമോക്രസി എന്താണെന്ന് ഇപ്പം നിങ്ങൾക്കറിയാം അല്ലേ. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ജനങ്ങളെ ഭരിക്കുന്നത്. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ദെൻ ബ്രൂണയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സുൽത്താനേറ്റ് ഭരണമാണ്. നേരത്തെ പറഞ്ഞു ഞാൻ അല്ലേ, ഒരു സുൽത്താനായിരിക്കും ഉണ്ടാവുന്നത്. അദ്ദേഹം ഇതുപോലെ തന്നെ രാജാവിനെ പോലെ തന്നെ പദവികളും കാര്യങ്ങളൊക്കെ ഈ സുൽത്താനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിലായിട്ട് ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്, സുൽത്താനേറ്റ്. ദെൻ മ്യാൻമാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും? മിലിറ്ററി ഭരണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പട്ടാള ഭരണം നമുക്ക് കാണാം. മിലിറ്ററി ഫോഴ്സ് ആയിരിക്കും അവിടെ ഭരണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു ലിസ്റ്റാണ്. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഡിഫറെൻറ്റ് കൺട്രീസും അവരുടെ ഫോം ഓഫ് ഗവൺമെൻറ്സും. നമ്മൾ പറഞ്ഞ കാര്യം, ഭൂട്ടാനിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ നമുക്ക് ജനാധിപത്യ ഭരണമുണ്ട്. ബ്രൂണയിലാണെങ്കിൽ സുൽത്താൻ ഭരണമാണ് ഉണ്ടായിരുന്നത്. മ്യാൻമാറിലാണെങ്കിൽ എന്താണ്? മിലിറ്ററി ഫോഴ്സാണ് അല്ലെങ്കിൽ പട്ടാള ഭരണമാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു, അതായത് ഗവൺമെൻറ് 2 രീതിയിലാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റും ഉണ്ട്, നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റും ഉണ്ട്. റൈറ്റ്? അപ്പോൾ ഈ 2 ഫോമിൻ്റെയും എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഇനി ഇവരുടെ 2 പേരുടെയും ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിയുമ്പം അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിഫറൻസസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളും നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളുമാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാം. സോ ഫസ്റ്റ് വൺ, government formed by the representatives which is elected by the people. ഓക്കെ, ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ജനങ്ങൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ചില റെപ്രസെൻറ്റേറ്റീവ്സ്, അതായത് ജനപ്രതിനിധികൾ, അവരായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? നമ്മളുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, അവരാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്, അവരാണ് ജനങ്ങളെ ഭരിക്കാൻ പോകുന്നത്. അതാണ് ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നോൺ ഡെമോക്രാറ്റിക്കിൽ അങ്ങനെയാണോ? അല്ല. എന്താണ്? പവർ ഇസ് പാസ്ഡ് ഓൺ ഹെറിഡിറ്ററിലി ഓർ ഇറ്റ് ഇസ്
ക്യാപ്ചേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, പവർ ഒരിക്കലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളൊന്നും അല്ല, നമുക്ക് പാരമ്പര്യമായിട്ടാണ് പവർ കിട്ടുക, അല്ലെങ്കിൽ നമ്മളത് നേടിയെടുക്കുന്നതായിരിക്കും ഏതെങ്കിലും രീതിയിൽ. അതാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് നമ്മൾ പറയാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ ആർ ലീഗലി എൻഷോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള, നമ്മൾ ആദ്യം പറഞ്ഞു, ചില സ്വാതന്ത്ര്യങ്ങളും ചില അവകാശങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ദി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ദി റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ, അതായത് ജനങ്ങളുടെ സംസാരിക്കാനുള്ള, അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, ആ ഒരു ഫ്രീഡം, അതുപോലെ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ അവകാശങ്ങളുമുണ്ട്. സോ ഇത് രണ്ടും എന്താണ്? ദേ ആർ ലീഗലി എൻഷോർഡ്. ഓക്കെ, നിയമപരമായിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. ആര്? ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങൾക്ക് ഡെമോക്രസി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്ത് എന്താണ് ജനങ്ങൾക്കുള്ള ഗുണമെന്ന് പറയുന്നത്? അവർക്ക് സ്വാതന്ത്ര്യപരമായിട്ട് എന്ത് വേണേലും ചെയ്യാം അല്ലേ. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. അതുപോലെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ, നിയമപരമായിട്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കിട്ടും. അതൊക്കെ എന്താണ്? ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ലീഗലി അതെല്ലാം ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ നോൺ ഡെമോക്രാറ്റിക്കിൽ അത് വരില്ല. ഓക്കെ, നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ ആർ ലിമിറ്റഡ്. ഓക്കെ, ജനങ്ങൾക്ക് എല്ലാത്തിനുള്ള റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ്? അതൊന്നും എന്ത് ചെയ്യുന്നില്ല, എല്ലാം ഉറപ്പ് നൽകാൻ പറ്റുന്നില്ല. ദേ ആർ ലിമിറ്റഡ്. എല്ലാം ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ലിമിറ്റഡ് ആണ് അവർക്കുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ. എന്താണ്? ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം പരിമിതമാണ് കാര്യങ്ങളെല്ലാം. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദി റൂളേഴ്സ് ആർ സബ്ജക്റ്റ് ടു ലോ. ഇവിടെ നമുക്കറിയാം ഭരണാധികാരികളൊക്കെ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ അകത്ത് വരുന്ന ആളുകളാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ ഈ റൂളേഴ്സ് എന്താണ്? ദേ ആർ സബ്ജക്റ്റ് ടു ലോ. അവർക്കും എന്താണ്? ഈ നിയമം തുല്യമായിട്ട് അവർക്കും എന്താണ്? അവരും ഈ നിയമത്തിന് വിധേയരായിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത്. ഓക്കെ, അല്ലാണ്ട് ഇപ്പം റൂളേഴ്സ് ആയതുകൊണ്ട് അവർക്ക് നിയമം ബാധകമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവരും ജനങ്ങളെ പോലെ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടായാൽ, അല്ലെ, എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്താണ്? നിയമപരമായിട്ട് അവരെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാവർക്കും ലോ എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ആയിട്ടാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നോൺ ഡെമോക്രസിയിൽ അങ്ങനെയല്ല. റൂളർ ഈസ് സുപ്പീരിയർ ടു ലോ. അതായത് എന്താണ്? ലോ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഇവിടെ റൂളറാണ്, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു സുൽത്താനായിരിക്കും ഇവിടെ ലോ എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? ആ ലോയ്ക്ക് അധീനനായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പം ആ ലോ അദ്ദേഹത്തിന് ബാധകമായിരിക്കില്ല. ഓക്കെ, നമുക്കതിനെ ചോദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. റൂളർ ഇസ് സുപ്പീരിയർ ടു ലോ ബിക്കോസ് ദ ലോ ഇസ് ഡിസൈഡഡ് ബൈ ഹിം. അല്ലേ, അദ്ദേഹമാണ് അവിടെ ആ ഒരു മൊണാർക്കി അല്ലെങ്കിൽ ആ ഒരു ഏകാധിപതി ആയിരിക്കും റൂൾ എന്താണെന്ന് തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയായിട്ട് അവിടെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ ആണ്. റൂളർ ആയാലും ആരായാലും ജനങ്ങളായാലും എല്ലാം എന്താണ്? ഈക്വൽ ആയിട്ടാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റും നോൺ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള പോയിന്റ്സ് ഓഫ് ഡിഫറൻസസ് ആണ് നമ്മൾ കണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു 3 പോയിന്റ് ഓഫ് ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങൾ തന്നെയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അധികാരമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലേ, സ്പീച്ചിനുള്ള ഫ്രീഡം, ദെൻ അവരുടെ റൈറ്റ്സ്, അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടും കാര്യങ്ങളൊക്കെ എന്താണ്? നിയമപരമായിട്ട് തന്നെ ഇവിടെ എല്ലാം എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എന്താണ്? പരിമിതമായിട്ട് മാത്രമാണ് ജനങ്ങൾക്ക് കിട്ടുള്ളൂ. ദെൻ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോ അവർക്കും ഈക്വൽ ആയിട്ട് തന്നെയാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ ഭരണാധികാരിയാണ് നിയമം എന്താണെന്ന് തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അദ്ദേഹം അധീനനാണ്, അല്ലെങ്കിൽ എന്താണ്? ഭരണാധികാരി നിയമത്തിന് അധീനനാണ്. ഓക്കെ, കാരണം അവർ തീരുമാനിക്കുന്നതാണ് ഇവിടെ ലോ അല്ലെങ്കിൽ നിയമമായിട്ട് വരിക. ക്ലിയർ? ദെൻ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ഡെമോക്രസിയാണ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡെമോക്രസി അല്ലെങ്കിൽ ആ ഒരു ഫോം ഓഫ് ഗവൺമെൻറ് വന്നാൽ നമുക്ക് എന്താണ് ഗുണം, അല്ലേ? നമുക്ക് അതുകൊണ്ടുള്ള മെറിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ്? റെസ്പെക്ട്സ് ദി ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എന്താണത്? റെസ്പെക്ട്സ് ദി ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ. ജനങ്ങൾ എന്ത് പറഞ്ഞാൽ, അല്ലേ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങളെ വിലക്കെടുത്തുകൊണ്ടാണ് ജനപ്രതിനിധികൾ ഭരിക്കുക, അല്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ ഒരു മെറിറ്റായിട്ട് നമുക്ക് പറയാം. ദെൻ
പ്രൊട്ടക്ട്സ് ദി ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ ആളുകൾക്കും ഞാൻ പറഞ്ഞു അവരുടേതായിട്ടുള്ള റൈറ്റ്സും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട്സ് ദി ഫ്രീഡം ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ദെൻ റൂളേഴ്സ് ആസ് വെൽ ആസ് ദി പീപ്പിൾ ആർ സബ്ജക്ട് ടു ദി സെയിം ലോ. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ലോ, ഒരു നിയമം നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോയിൽ എല്ലാവരും പെടും. ഓക്കെ, ജനങ്ങളാണെങ്കിലും പീപ്പിൾസ് ആണെങ്കിലും ദെൻ റൂളേഴ്സ് ആണെങ്കിലും രണ്ട് വിഭാഗക്കാരും ഒരേ നിയമത്തിൻ്റെ അണ്ടറിൽ തന്നെയാണ് വരിക. അതായത് അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു നിയമം അല്ലെങ്കിൽ റൂളറിന് വേറൊരു നിയമം, അങ്ങനെയില്ല. എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണ്. ദെൻ റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു ദി പീപ്പിൾ. വേറൊന്നുമല്ല, എന്താണ്, ഈ ആളുകളാണ്, ജനങ്ങളാണ് ഈ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ റൂളേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇവർ നമ്മളോട് കടപ്പെട്ടിരിക്കണം, ശരിയല്ലേ. അപ്പം ആ ഒരു രീതിയിലും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. ഓക്കെ, എന്താണ്, ജനാഭിലാഷം നമ്മൾ മാനിക്കുന്നു, നമ്മുടെ ഒപ്പീനിയൻസിന് റെസ്പെക്റ്റ് കിട്ടുകയാണ്. ദെൻ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുന്നു. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, അതൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് അല്ലേ. സെയിം ലോയാണ്, രണ്ട് കൂട്ടർക്കും ഒരേ നിയമമാണ്. ദെൻ ഭരണാധികാരികൾ ജനങ്ങളോട് എന്ത് ചെയ്യുന്നു, കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരെ വിജയിപ്പിക്കുന്നത്, അവരാണ് നമ്മളെ ഭരിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ആരാണ്, ജനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കടപ്പെട്ടിരിക്കണം, റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് മെറിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ദി റൈറ്റ്സ് എൻഷോർഡ് ബൈ ദി ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് നമുക്ക് ഉറപ്പ് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് നമുക്ക്. അത് ഏതൊക്കെയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള റൈറ്റ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം. ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്, എന്നാലും ബേസിക് ആയിട്ടുള്ള നമ്മൾ ചില അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് ഉറപ്പ് തരുന്ന അവകാശങ്ങൾ. ഏതൊക്കെയാണ്? ദ റൈറ്റ് ടു ലീവ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ജീവിക്കാനായിട്ട് അവകാശമുണ്ട്, റൈറ്റ് ടു ലീവ്. ദെൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമുക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട് അല്ലേ, നമുക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട്. ദെൻ ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് സംസാരിക്കാൻ, അഭിപ്രായങ്ങൾ പറയാൻ അല്ലേ, അതിനുള്ള അവകാശമുണ്ട്. ദെൻ ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അല്ലേ, സംഘടനകളൊക്കെ ഫോം ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമുക്ക് ചില കാര്യങ്ങൾ പറയാനും പ്രതികരിക്കാനും ഒക്കെയുള്ള അവകാശങ്ങളും നമുക്കുണ്ട്, റൈറ്റ്. സോ ജീവിക്കാനുള്ള അവകാശമുണ്ട്, ദെൻ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ളതുണ്ട്, ദെൻ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൗലിക അവകാശങ്ങൾ അല്ലേ, മൗലിക അവകാശങ്ങൾ, അതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഗവൺമെൻറ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. നമുക്കറിയാം, നമ്മളൊരു ഗവൺമെൻറ്റിനെ ഫോം ചെയ്യാനായിട്ട് സാഹചര്യം കൊടുത്തു അല്ലേ, നമ്മൾ സെലക്ട് ചെയ്ത ചില റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചിട്ട്. അപ്പോൾ ആ ഗവൺമെൻറ്റിന് അവിടെ ഒരു ഡ്യൂട്ടി ഉണ്ട്, എന്താണ്, നമ്മളുടെ എല്ലാ രീതിയിലുള്ള അവകാശങ്ങൾ നേടിത്തരാനും അല്ലേ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തരാനുള്ള അവകാശം നമ്മളുടെ, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്റിനുള്ളതാണ്. ഓക്കെ, സോ ദേ വിൽ ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് അല്ലേ, നമ്മളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ ഗവൺമെൻറ്റിനും ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അവകാശമുണ്ട്. ആൻഡ് ദി ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊരു ടേം ഉണ്ട്. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില അവകാശങ്ങളുടെ ഒരു ലിസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിസ്റ്റിനെയാണ് നമ്മൾ ദി ബിൽ ഓഫ് റൈറ്റ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എവറി കൺട്രി ഇൻകോർപ്പറേറ്റ്സ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ്. സോ ഈ ഒരു ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഓക്കെ ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഭരണഘടനയാണ് അല്ലെ, എഴുതപ്പെട്ടിട്ടുള്ള രേഖയാണ് എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുണ്ടായിരിക്കും, ഒരു ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് അല്ലേ, കുറേ എന്താ പറയുക അവകാശങ്ങളുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ലിസ്റ്റിനെ അതെല്ലാ രാജ്യത്തിനും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദി ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ ബിൽ ഓഫ് റൈറ്റ്സ്, ദി ബിൽ ഓഫ് റൈറ്റ്സ് ഇൻ ഇന്ത്യ വിച്ച് ഇസ് നോൺ ആസ് വാട്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നമ്മൾ പറയും. ക്ലിയർ? സോ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ, എല്ലാ കൺട്രീസിൻ്റെയും ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരാറുണ്ട്, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാറുണ്ട്. ദെൻ ഓരോ രാജ്യവും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ട് പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക, അതിനെയാണ് നമ്മൾ ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ, എന്താ അവകാശ പത്രിക എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ അവകാശ പത്രികയാണ് നമ്മൾ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ?
ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞു എല്ലാ ആളുകൾക്കും അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഹ്യൂമൻ ബീയിങ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നമ്മളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മളിലേക്ക് വരുന്ന നമ്മളുടെ അവകാശങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ്. സോ ദ റൈറ്റ്സ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് ഇസ് എൻടൈറ്റിൽഡ്. ഓക്കെ, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും കൊടുത്തിട്ടുള്ള അവരുടെ അവകാശങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. എല്ലാ അവകാശങ്ങളെയും ചേർത്തിട്ട്. സോ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതൊരു ഫോം ഓഫ് എന്താ പറയുക, ഒരു ഗവൺമെൻറ്റിൽ തന്നെ അവർ നമുക്ക് നേടി തന്നിട്ടുള്ളൊരു ഡിക്ലറേഷനാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാർവദേശീയമായിട്ടുള്ളൊരു പ്രഖ്യാപനം, ഒരു ഡിക്ലറേഷനാണ്. അത് വന്നിട്ടുള്ളത് എപ്പോഴാണ്? 1948 10th ഡിസംബർ അല്ലേ, ഡിസംബർ 10 1948 നമുക്ക് പാസ്സാക്കി തന്നിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് എന്താ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദിസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വി ഹാവ് സം റൈറ്റ്സ് അല്ലേ. അപ്പോൾ ആ റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിക്ലറേഷൻ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ടു ലീവ്, ഓക്കെ, ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദെൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ, നേരത്തെ പറഞ്ഞു നമ്മൾ, സംഘടിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ദെൻ റൈറ്റ് ടു ഓക്യുപ്പേഷൻ, നമുക്ക് എല്ലാവർക്കും തൊഴിൽ നേടി ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് അല്ലേ. സോ ആ തൊഴിൽ നേടാനുള്ള നമ്മളുടെ അവകാശം. ദെൻ റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോ ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ രാജ്യക്കാർക്കും അവരുടേതായിട്ടുള്ളൊരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഭാഷ. ദെൻ നമുക്കൊരു സംസ്കാരം, ഒരു കൾച്ചറുണ്ട്, നമ്മുടേതായിട്ടുള്ള ലിപികളുണ്ട്, നമുക്ക് സ്ക്രിപ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും റൈറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ദാറ്റ് ഈസ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതാണ് നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രകാരം അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വേറൊന്നുമല്ല, എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ട് ജനിക്കുന്നു അല്ലേ. ഫ്രീഡം എന്നുള്ളത് എല്ലാവരുടെയും റൈറ്റാണ്. പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നുണ്ട് എല്ലാവരും. ദെൻ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഓരോ ജീവജാലങ്ങളും, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും, ഹ്യൂമൻ ബീയിങ്സും എന്നുള്ളതാണ് ഈ ഒരു ഡിക്ലറേഷനിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് പ്രകാരം ഈ ഒരു സാർവദേശീയ മനുഷ്യാവകാശം വഴിയായിട്ട് നമുക്ക് നേടി തന്നിട്ടുള്ള നമ്മളുടെ അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ദെൻ സംഘടനാ സ്വാതന്ത്ര്യം, ദെൻ തൊഴിലവകാശം, ഒക്യുപ്പേഷന് വേണ്ടിയിട്ടുള്ള അവകാശം, നമ്മുടെ സംസ്കാരം, ഭാഷ, ലിപി, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള നമ്മുടെ അവകാശങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു ഡിക്ലറേഷൻ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളാണ്. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, NHRC, അതിൻ്റെ ഷോർട്ട് ഫോമാണ് NHRC എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഹ്യൂമൻ റൈറ്റ്സ്, നമ്മളിപ്പം ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ, മനുഷ്യാവകാശങ്ങളാണ്. അപ്പോൾ ഈ മനുഷ്യാവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനുണ്ട്. അതിനെയാണ് നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ NHRC എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫോർമേഷൻ ഓഫ് NHRC ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് ദി നാഷണൽ ലെവൽ അല്ലേ. അതായത് നാഷണൽ ലെവലിൽ, ദേശീയ തലത്തിൽ നമ്മളുടെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ NHRC എന്ന് പറയുന്നത്. Right, and the commission is constituted under the Human Rights Protection Law. അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം ഫോം ചെയ്തിട്ടുണ്ട്, ഒരു ലോ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഇൻ 1993. ഓക്കെ, 1993 നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ലോയാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ. അപ്പം ഈ ലോയിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ളൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് എന്താ NHRC എന്ന് പറയുന്ന ഈ കമ്മീഷൻ. ഓക്കെ, ആൻഡ് ദിസ് കമ്മീഷൻ കംപ്രൈസസ് 5 members ഇൻക്ലൂഡിങ് ദി ചെയർമാൻ. ഓക്കെ, ഇവിടെ മെയിനായിട്ട് 5 അംഗങ്ങളാണ് ഈ ഒരു കമ്മീഷനിൽ വരിക. ഈ 5 അംഗങ്ങളിൽ ഒരാളെന്ന് പറയുന്ന ആരാണ്? ചെയർമാനാണ്, ഈ കമ്മീഷൻ്റെ ചെയർമാൻ. ചെയർമാനെയും കൂടി ചേർത്തിട്ടാണ് 5 members വരിക എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദി ചെയർമാൻ ഓഫ് ദിസ് കമ്മീഷൻ, NHRCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദി സുപ്രീം കോർട്ട്.
ഓക്കെ, നമ്മുടെ സുപ്രീം കോർട്ടിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഈ NHRC എന്ന് പറയുന്ന കമ്മീഷൻ്റെ ചെയർമാനായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് NHRC എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഓക്കെ, നാഷണൽ ലെവലിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനാണ് NHRC എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താണ്, നമുക്ക് 5 മെമ്പേഴ്സാണ് ഇതിനകത്ത് വരിക. അതിൽ ഒന്നെന്ന് പറയുന്ന ഒരു ചെയർമാനാണ്, അതുകൂടാതെ ബാക്കി 4 അംഗങ്ങളും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, സുപ്രീം കോർട്ടിലെ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ് ഇതിൻ്റെ ചെയർമാനായിട്ട് വരിക. ഓക്കെ, ദെൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ 1993 പാസ് ഔട്ട് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ലോ പ്രകാരമാണ് ഈ ഒരു കമ്മീഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? സോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരു ലോഗോയാണ് കൊടുത്തിട്ടുള്ളത്. സോ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു പ്രധാന കമ്മീഷനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ലോ, അത് പ്രകാരമാണ് ഈ ഒരു കമ്മീഷന് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഈ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. 5 മെമ്പേഴ്സാണുള്ളത്. റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഈ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പോൾ ഇദ്ദേഹമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹമായിരുന്നു. രംഗനാഥ മിശ്രയാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് NHRC. അപ്പം ഈ നാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ടുള്ള ധർമ്മങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നോക്കാം. ദേ എൻക്വയർ അബൌട്ട് ദി കംപ്ലൈൻസ് റിലേറ്റഡ് ടു ദി വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ, മനുഷ്യാവകാശങ്ങളാണ്. ഈ മനുഷ്യാവകാശങ്ങൾ ഏതെങ്കിലും രീതിയിൽ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെ, ഏതെങ്കിലും രീതിയിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ആ കംപ്ലൈൻറ്റുകൾ നോക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക, നടപടികളൊക്കെ സ്വീകരിക്കുക. അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പറയുന്ന NHRCയുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ആയിട്ടാണ് വരിക. നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റ്സ് ഒക്കെ പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തരിക, അതൊക്കെ ചെയ്യുന്ന ആരാണ്? NHRC ആയിരിക്കും ചെയ്യുന്നത്. ദെൻ they visit jails to study the life situations of the inmates and make the recommendations. ഓക്കെ, അപ്പോൾ ഈ NHRCയുടെ മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ, 5 മെമ്പേഴ്സാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെമ്പേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിലൊക്കെ വിസിറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ജയിൽ വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് അവിടെയുള്ള ഇൻമേറ്റ്സ്, അതായത് ജയിലിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ്, അവരെ ജയിലിലാണെങ്കിൽ പോലും അവരും ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, അപ്പോൾ അവരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് അവരുടെ ഒരു റൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അവരുടെ കാര്യങ്ങൾ, അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് എങ്ങനെയാണോ, ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇനി അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ശുപാർശകൾ, റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന ആരായിരിക്കും? നമ്മളുടെ ഈ NHRC ആയിരിക്കും ചെയ്യാം. Right. Then they give necessary instructions for the protection of the human rights. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുക, മേലോട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ്, ഫംഗ്ഷനാണ്. ദെൻ ദേ പ്രൊമോട്ട് വോളണ്ടറി ഓർഗനൈസേഷൻസ് ദാറ്റ് വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഈ മനുഷ്യാവകാശ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളുണ്ടായിരിക്കും, സന്നദ്ധ സംഘടനകളൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സംഘടനകൾ അങ്ങനെ നമുക്ക് കാണാം ഈ റീസെൻ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ കൂടുതലായിട്ട് ഫോം ചെയ്യുക, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും NHRCയുടെ ഒരു മെയിൻ ഫംഗ്ഷനാണ്, കൂടുതൽ അവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, NHRCയുടെ മെയിൻ ഫങ്ഷൻസ് ആണ്. ഇതും ചോദിക്കാറുള്ളതാണ്, പോയിന്റ്സ് ഓർത്തിരിക്കുക. സോ മനുഷ്യാവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അന്വേഷണം നടത്തുക, പിന്നെ ജയിലുകളും മറ്റും സന്ദർശിച്ച് അവിടുത്തെ ഇൻമേറ്റ്സ്, അന്തേവാസികളുടെ ജീവിത സൗകര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശകളൊക്കെ ചെയ്യുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, ഏതാണ്, വോളണ്ടറി ഓർഗനൈസേഷൻ അല്ലേ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരെയൊക്കെ കൂടുതൽ എന്താ പറയുക, എൻകറേജ് ചെയ്യുക, പരിപോഷിപ്പിക്കുക, അതൊക്കെയാണ് NHRCയുടെ മെയിൻ ഫങ്ഷൻസ്.